നമസ്കാരം. ഈ വീഡിയോയിലൂടെ നാം പത്മപ്രഭ പുരസ്കാരത്തെയാണ് പരിചയപ്പെടുക. 2025 നേടിയത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. 2024 റഫീഖ് അഹമ്മദ്, 2023 സുഭാഷ് ചന്ദ്രൻ. എന്നാൽ ആദ്യമായിട്ട് പത്മപ്രഭ പുരസ്കാരം നേടിയത് ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ്. ഇനി എന്താണ് പത്മപ്രഭ പുരസ്കാരത്തിൽ ഉൾപ്പെടുന്നവ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75,000 രൂപയും പ്രശംസാ പത്രവും അതോടൊപ്പം പത്മരാഗ കല്ലു പതിച്ച ശില്പവുമാണ് ഇതിനകത്ത് ഉൾപ്പെടുക. ഇനി ആരുടെ പേരിലാണ് പത്മപ്രഭ പുരസ്കാരം നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക വയനാടിന്റെ ശില്പി എന്നറിയപ്പെടുന്ന പത്മപ്രഭ ഗൗഡരുടെ പേരിലാണ് നൽകുന്നത്. ഇത് ഏർപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MP വീരേന്ദ്രകുമാറാണ്. MP വീരേന്ദ്രകുമാറാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയതെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മൾ വരുന്നത് ആലങ്കോട് ലീലാകൃഷ്ണന്റെ ചില കൃതികളിലേക്കാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടുന്ന അദ്ദേഹത്തിന്റെ കവിതകളാണ്. കവിതകൾ ഏതൊക്കെയാണ്? നിലാസാധകം, ആലങ്കോടിന്റെ കവിതകൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങളാണ്. ഇനി അദ്ദേഹത്തിന്റെ കവിതകൾ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കുക. നാടോടിപ്പാട്ടുകൾ, ജനകീയ ഗാനങ്ങൾ, നാടൻ ശീലുകൾ, നാട്ടുതാളങ്ങൾ, നാട്ടറിവുകൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം തോറ്റിയെടുത്ത ഭാവപ്രധാനമായ കവിതകളെയാണ് ലീലാകൃഷ്ണന്റെ കാവ്യലീല പ്രകാശിപ്പിക്കപ്പെടുന്നതെന്ന് ഓർത്തു വയ്ക്കുക. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ നമുക്ക് തരാവുന്ന ഒന്നാണ്. ഇനി ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ പഠന ഗ്രന്ഥങ്ങളും കൂടെ നമുക്കൊന്ന് ഓർത്തു വയ്ക്കുക. അത് പത്രത്തിനകത്തുള്ള കട്ടിംഗ് ആണ്. നിളയുടെ തീരങ്ങളിലൂടെ, പിയുടെ പ്രണയപാപങ്ങൾ, മനുഷ്യനെ തൊടുന്ന വാക്ക്, മനുഷ്യൻ സുന്ദരനാണ്, സഞ്ചാരിയുടെ വഴിയമ്പലങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പഠന ഗ്രന്ഥങ്ങൾ. അപ്പൊ ഈ കൃതികൾ കൂടി ഒന്ന് ജസ്റ്റ് ഓർത്തു വയ്ക്കുക. നമുക്ക് ഓപ്ഷൻ കിട്ടുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നന്ദി, നമസ്കാരം.